ഹലോ മുച്ചേച്ചി. ഹലോ. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വീട് ഫുള്ള് അലങ്കോലമായി കിടക്കില്ല. ഞാൻ അവിടെ അടിച്ചു പറഞ്ഞിരുന്നു. ഇത് പുറത്തോട്ട് ഒറ്റ തട്ടിനങ്ങ് ഇടണം. നമ്മൾ പിന്നെ ഇനി ഇതൊക്കെ ചൂടിൻ്റെ സങ്കടമുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് അടിച്ചറിഞ്ഞാണ്. ഫുള്ള് പൊടി, നിറച്ച് പൊടിയാണ്. ഇനി ചെരുപ്പിട്ടിട്ട് കാര്യമില്ല. ATM കാർഡ് അമ്മ നേമ HDFC ബാങ്കിൻ്റെ ATM കാർഡ് മറ്റേ അതിൻ്റെ അടിക്കുന്നത്. അത് എടുത്ത് വെക്കത്. അത് ആ ഒരു കടലാസിലിട്ട് വെക്കത്. അച്ഛൻ്റെ പോക്കറ്റ് കണ്ടിടാം. കൈസ് ഇട്ടിട്ടുണ്ട്. ഇല്ലാത്ത സാധനങ്ങൾ ഫുള്ള് അവിടെ ഉണ്ട്. ഫുള്ളടിക്കാം. പിന്നെ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് പോയപ്പോഴത്തേക്കും എന്തൊക്കെ ഉണ്ടായി തല്ലുകൊടുത്താൻ പറ്റുണ്ടായാ. ഇനി ഇത് ഈ കാണുന്ന ഫുള്ള് വേസ്റ്റും മുറ്റത്തോട്ട് അടിച്ചിരുന്നു. ഈ കാണുന്ന ഫുൾ വേസ്റ്റ് മുറ്റത്തോട്ട് അടിച്ചിട്ടിട്ട് ആ മിറ്റ് അടിക്കണം. അപ്പം ഇതും കൂടി അടിക്കണം. അപ്പം അവിടെ വേസ്റ്റ് കണ്ട അതും കൂടിയൊക്കെ അടിച്ച് ക്ലീൻ ആക്കണം. ഇനി ചൂല് അടക്കിടക്കട്ടെ. അപ്പോഴേക്ക് ഇച്ചിരി തരും. ഡപ്പോസ്റ്ററില്ല, അത് നമ്മുടെ കയ്യിലുണ്ടല്ലോ. സത്യത്തോ നമ്മുടെ ഡപ്പോ സ്റ്റാർ എടുത്ത് കിടക്കാം. കിടിലം കൊച്ചി ഡപ്പോ സ്റ്റാറും വെച്ച് വന്നായിരുന്നു ഷോണിക്കാൻ. ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങോട്ട് പോയി. ഇപ്പം മിറ്റടിക്കാൻ മിറ്റ് വെച്ച് അവനെ കാളിലായിക്കൊല്ല മിറ്റടിക്കാൻ. ചൂലിൻ്റെ ഇറക്കിൽ ഈ ചൂലാണോ അമ്മ? ഈ ചൂലാണോ അമ്മ മിറ്റടിക്കണ്ടേ? എല്ലാ വേസ്റ്റും ഞാൻ മുറ്റത്തോട്ട് അടിച്ചിട്ട്. അമ്മ ഞാൻ ആദ്യം ഇറങ്ങി കുളിച്ചോട്ടെ? പിന്നെ വെള്ളം വേറെ ഇല്ല. ആ ഞാൻ പോയി അടിച്ചുതരാം. അവിടെ അടിക്കാം. വെള്ളം ഒഴിക്കാൻ നമ്മൾ കണ്ടോ നമ്മളടിച്ചോണ്ടിരിക്കുന്നതാണ്. നമുക്കിനി അടിക്കാം. ഇവിടെ ഒന്ന് വീഡിയോ എടുക്കോ? വീഡിയോ എടുക്കോടി. ഞാൻ ഇങ്ങനെ പിടിച്ചെടുക്കണം. മാറി എവിടേക്കാൾ അടിക്കട്ടെ. ഇനി അവിടെയൊക്കെ ഉണ്ട് കുറേ അടിക്കാൻ. എടി ഹാങ്കർ അവിടെ കൊണ്ടെടുത്ത് വെച്ചേ. അല്ല അവൻ്റെ അത്തോണ്ടെടുത്ത് വെച്ചേ.
എടുത്ത് വെക്കടി. അപ്പൊ നമ്മുടെ ഹാങ്ങിൽ തൊക്കാൻ പറഞ്ഞേ. പഴയതൊന്നും അല്ല, പഴയതൊന്നും അല്ല. എടുത്ത് വെച്ചേ പൊടിച്ചു പോന്നു. അടിക്കാനുണ്ട്. ഈ വീട്ടിലെ ജോലി ഫുള്ള് ഞാൻ ചെയ്യണം. ഇവന്മാരൊന്നും ഒരു ജോലിയും ചെയ്യില്ല, അറിയോ? ഒരു ജോലിയും ചെയ്യില്ല. ആ ഞാൻ വിളിച്ച അവിടെ വല്ലതും ഉണ്ടായി. ഈ വേസ്റ്റും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ഇത്രയും വേസ്റ്റ് ചെയ്തിന്. അവിടുത്തെ വേസ്റ്റ് എല്ലാം കൂടി കൂട്ടി കത്തിക്കാം. നമ്മളിത് ഫുള്ളടിച്ചിട്ട് ബാക്കി വീഡിയോ കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഡപ്പോ സ്റ്റാറിൻ്റെ ഒരു വീഡിയോ എന്താവേ ഉറക്കാനാ? നമ്മളിനി ഡപ്പോ അയിങ്ങാടി ഡാപ്പോ ഐസ് ഇച്ചിരി ഡപ്പോ സ്റ്റാർ ഷോ. ഐസ് നമ്മൾ ഗുള്ളി അമ്മേ, ഞാനില്ലേ ആ ചക്കനെ ഗുളിന്ന് വിളിച്ച്, ഗുളിക്കുട്ടാന്ന്. അവിടെ ഇല്ല എന്തൊരു ഷോണ്. ഞാൻ ഗുളിക്കുട്ട ഡപ്പോ സ്റ്റാറേന്ന് വിളിച്ച്. കൊറേ അടിക്കാണ്ട്. കൊച്ചു സത്യത്താടി അത് പൊട്ടത്തി. പക്ഷെ അവന് കറക്കറിയില്ല. ഗൈസ് അവിടെ നിൽക്കാം. ഇവിടുത്തെ ചവറ് നോക്കി. ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി കുലിക്കണം. കുലിക്ക് ഷോപ്പൊക്കെ നമ്മൾ തുടങ്ങി കാണിച്ചു തരാം. അല്ല തുടങ്ങാൻ പോണേ. ഇതേ ഇന്ന് തന്നെ മറ്റേ ഇനോഗ്രേഷൻ തന്നെ വിളിക്കാം. ചൂടിൻ്റെ ഇതൊന്നും വീട്ടൊക്കെ ഒറ്റക്കൈ കൊണ്ട് പിടിച്ചടിക്കാൻ നല്ല പാടാണ്. കുഴപ്പമില്ല. നല്ല കാറ്റുണ്ട്, എന്നിട്ട് ഞാൻ അടിക്കണം. പറന്നു പോണു. കുറേയൊക്കെ പറന്നുണ്ട്.
കണ്ടുപോയി കുനിഞ്ഞു കുനിഞ്ഞ്. ഞാൻ എങ്ങനെയൊക്കെയോ അടിക്കുന്നതാണ്. നമ്മൾ അടിച്ചു പറി കഴിഞ്ഞായിരുന്നു. ഇനി ഇവിടെ ഇങ്ങോട്ട് ഉണ്ട്. സാധനം തരാം അവിടെ. കാരണം ഇത് ഡേ ഇൻ മൈ ലൈഫാണ്. ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. ഹാഫ് ഡേ. പാതി ദിവസം നമ്മുടെ ഡേ. ഇതെല്ലാം കൂടെ കൂട്ടി കത്തിക്കണമെന്നറിയില്ല. തോന്നുന്നത് കത്തിക്കാന്ന്. കുറേ ഉണ്ട്. അയ്യോ, ഈ വയറ് കമ്പി മാറ്റിയിടട്ടെ. ലൈൻ കമ്പിയേ മേളിൽ നിന്ന് ഞാൻ കല്ലെടുത്തെറിഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് വെച്ചേക്കണേ. ഒരു സൗണ്ട് കേട്ടെന്നെ അത്. ഫുള്ള് അടിച്ചു വാരി. ഇതടക്ക നമ്മൾ പോവാം നമ്മുടെ കുലിക്ക് ഷോപ്പിലോട്ട്. അത്യാവശ്യത്തിലുള്ള അമ്മ ആര് കൊച്ചിന്നാലും പിന്നെ വേറെ സംഭവം കാണിച്ചു തരാം. കേൾക്കണ്ടേ വെള്ളം കണ്ടോ? ഇവിടെ എനിക്ക് കയറി വേണമെങ്കിൽ നീന്താം. കണ്ടോ ഗൈസ്? ഇനി നമുക്ക് പോയി. ഇവിടുന്ന് ഇങ്ങോട്ട് അടിച്ചു വന്നാടാ. ഇവിടുന്ന് ഇങ്ങോട്ട് അടിച്ചിട്ടോ? അത് ഞാൻ പുറത്തോട്ട് അടിച്ചിട്ട്. ഇവിടെ കിടക്കണോ? അടിച്ചു കഴിഞ്ഞിട്ടാ കിടക്കണത്. അത് കുഴപ്പമില്ല. അത്ര മതി. എൻ്റെ നടുവൊക്കെ ഒടിഞ്ഞ്. പിന്നെ നമുക്ക് നമ്മുടെ റൂം വൃത്തിയാക്കാം. നമ്മുടെ ഫോൺ സ്റ്റാൻഡ് ഇവിടെ ഇരിക്കട്ടെ. ഫോൺ സ്റ്റാൻഡിൽ കൂടെ എല്ലാം കാണുന്ന രീതിയിൽ വെക്കാം. എല്ലാം കാണും. എല്ലാം കാണും. എല്ലാം കാണുന്ന രീതി ഐഡിയ. ഇനി ഞാൻ എല്ലാം വൃത്തിയാക്കലാണ് പണി. റൂമൊക്കെ ആദ്യം നമ്മുടെ മേശ വൃത്തിയാക്കാം. ആദ്യം ഈ ഫോൺ സ്റ്റാൻഡിൽ പൊങ്ങിയിരിക്കുന്നേ താത്തിയൊക്കെ. കൊടുത്താണോ ഇങ്ങനെ? എനിക്ക് ഒറ്റ കൈക്ക് മതി വൃത്തിയാക്കാം. ആദ്യം ഈ സംഭവങ്ങളൊക്കെ പോകും. മറ്റേവരെന്തൊരു മടിയെത്തി. ശ്രീകുട്ടി എന്തൊരു മടിയെത്തികളാ. ശ്രീകുട്ടി ഇങ്ങനെ ഫുള്ള് കുഴു മടിയെത്തികളാ. ഫുള്ളും അലങ്കോലെ കിടക്കണേ. ദാറ്റ് ഈസ് മൈ മേശ. കിങ്ങിണീൻ്റെ എൻ്റെ മേശാണത്. ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് എടുക്കാൻ. ബോക്സ് അവിടെ പിന്നെ നമ്മുടെ ഫോൺ സ്റ്റാൻഡ് ഇരിക്കുമ്പോൾ എന്തായാലും ഇവിടെയാണ്. പിന്നെ ഇവിടെ മറ്റേ വാച്ചിൻ്റെ പാർട്സ് പൗഡർ പിടിക്കട്ടെ. ഇനി
വൃത്തിയാക്കാം ഗൈസ്. റൂം വൃത്തിയാക്കാം. ഫോൺ സ്റ്റാൻഡ് എടുക്കാം. ഞാൻ ഇവിടെ നിന്ന് താഴ്ത്തി വെക്കാം. ഓക്കെ ഗൈസ്, ആദ്യം ഇതെന്താണ് ഇങ്ങനെ വെക്കണമെങ്കിൽ സംഭവമാണ് വെക്കണ്ടത്. ഇതിങ്ങനെ വെക്കണം. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ എന്തെങ്കിലും പൊക്കത്തോട്ടല്ലേ, കറക്റ്റായിട്ട് ഫുള്ളും കാണണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന് അറിയാം. എല്ലാം ദൈവത്തിന് സ്തുതി. അല്ലാണ് എനിക്ക് കൂടുതൽ സ്പോട്ട് കണ്ടുപിടിച്ചില്ല, വെക്കാൻ പറ്റുന്ന സ്പോട്ട്. ആദ്യം നമ്മൾ ഇവിടെ അല്ല ഇങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ വെക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ക്ലീനാക്കാം. ഈ സംഭവം എടുത്ത് ഇവിടെയാണ് നമുക്ക് കാണിച്ചു തരാം. ഈ സൈഡും ഇവിടെ, ഇത് പിന്നെ എടുത്ത് ഇതിവിടെ. സ്ഥലം മാറിപ്പോയി ഇവിടെ. ഓക്കെ, ഇത് ഇത് വേറെ തലമുറ കൂടി ഉണ്ട്. നമ്മുടെ മാറ കുട്ടിപ്പിച്ചാതെ ഇത്രയും തലമുറ. ഇനി പുതപ്പ് മടക്കൽ ചടങ്ങിലോട്ട് നമുക്ക് കടക്കാം. ഒന്ന് കൊടയണം ആദ്യം. പൊടി ഫുള്ള് പൊടിയാണ്, ഫുള്ള് പൊടി. ഞാൻ വീട്ടിൽ ഇതൊക്കെ മിക്സിരിക്കുകയും ചെയ്യണേ. നിങ്ങൾ വിചാരിക്കും ഈ സമയത്തൊക്കെ കൂട്ടുകാരന്മാരെ പോയി കറങ്ങാന്ന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കൂട്ടുകാരന്മാരുടെയൊക്കെ പോയി കറങ്ങാൻ. എൻ്റെ മടക്കം എന്ന് പറഞ്ഞൊരു പ്രത്യേക മടക്കാണ്. ആർക്കൊക്കെ ശ്രമിച്ചാലും എൻ്റെ മടക്കം നടക്കാൻ പറ്റില്ല. കാരണം ഞാൻ കുത്തിത്തിരിച്ച് അങ്ങനെയൊക്കെ വെക്കണേ. ഇത് മടക്കാൻ ശരിക്കൊന്നും അറിയില്ല. എന്നാലും ചില സാധനങ്ങൾ നമ്മൾ മാതാപിതാക്കളോട് ചെയ്യണമല്ലോ. 2 പേരുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ല, നമ്മുടെ പുറത്തത്തെ വ്യൂ കിട്ടില്ലല്ലേ. ഇതവിടെ ഇട്ടൊരു കാട് പിടിച്ചേക്കണം കുളം. ശിവാദിക്ക സൂര്യോ ദീപാകുടം ആകാശം കാട്ടുചമ്പകം പൂത്തോട്ടെ കേട്ടോട്ടെ എനിക്കുള്ള കള്ളിപ്പൻ. അയ്യോ, ഇവിടെ ഇങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ അടിക്കണല്ലേ. ആണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. 2 ലൈക്ക് ഷെയർ കമൻറ്റ്. ഞാൻ നോക്കാം എൻ്റെ ഫ്രണ്ട്സ് അടിയിലാണ് വീഡിയോ. അത്യാവശ്യം റീച്ച് കിട്ടേണ്ട വീഡിയോ ആയിരിക്കും, പക്ഷേ ഒട്ടുകൊണ്ടിരിക്കില്ല. ഞാൻ സത്യം പറയാം, എൻ്റെ ഞാൻ ഇന്നാണ് കുറേ ദിവസങ്ങളെ തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെയായിട്ട് 10 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയുള്ളൂ. എനിക്കതിൽ നല്ല വിഷമമുണ്ട്. ബാക്കിയുള്ള ചാനലുകളിലൊക്കെ നല്ലതുണ്ട്. അതിനുപോലെ എക്സ്പീരിയൻസിന് വീഡിയോ ഇടും. അതാണ് നിങ്ങൾ ഒരു ജൂൺ ജൂലൈ ഒക്കെ വാ എക്സ്പെരിമെൻറ്റ് വീഡിയോ. അതുവരെ നമ്മൾ ചെറിയ പരിപാടിയിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ എന്നുള്ള തിരക്കടിക്കും.
ബോറടിച്ച് തുടങ്ങുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്തേലും പരിപാടികൾ ഒപ്പിക്കും. സാധാരണ തരികിടയാണ് ഒപ്പിക്കാറുള്ളത്. ഇപ്പം എന്ത് പറ്റിയെന്നറിയില്ല. ഉരുകി ഉരുകി പൂത്തണല് ഉരുകി ഉരുകി. ഇനി അടുത്ത് നല്ല കട്ടിയുള്ള സാധനം, നല്ല കട്ടിയുണ്ട്, വെയിറ്റും ഉണ്ട്. ഈ കസേര പുറത്തോണ്ട് വെച്ചിട്ടുണ്ട്. കസേര നമ്മൾ പുറത്തോണ്ട് വെക്കാം. ഞാൻ ഫോൺ സ്റ്റാൻഡ് ചില സമയത്ത് എന്താണെന്നറിയില്ല, ചില സമയത്ത് ഫോൺ സ്റ്റാൻഡ് കൊണ്ട് വലിയ ഉപകാരമാണ്. അതെ ഐസ്, ഫോൺ സ്റ്റാൻഡ് ഇടക്കിടക്ക് നല്ല ഉപകാരങ്ങൾ കാണാം. ഒരു മിനിറ്റ് ഐസ്, അതിന് മുന്നേ വേറെ ഉപകാരം കൂടി ഉണ്ട് ഫോൺ സ്റ്റാൻഡിനൊക്കെ ഉണ്ട്. ഫോൺ സ്റ്റാൻഡ് നമ്മുടെ കുട്ടനാണ് കളിക്കല്ലേ. സ്റ്റാർ കാട്ട് മുറിഞ്ഞ് അങ്ങാടി വിടാ. ഇവിടെ ചൂല് കണ്ടിട്ട് വരാം. വെക്കളില്ല, അങ്ങോട്ട് എടുത്തിട്ട് ഒന്നുമില്ല. അല്ല ഫോണല്ല, ചൂല് ചൂല്. ഈ സംഭവം ഒടുക്കത്തെ വെയിറ്റുള്ളത്. ഈ വീട്ടിലെ ഏറ്റവും വെയിറ്റുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. കട്ടിലൊന്നും വേറെ നമ്മൾ ചെയ്യുന്ന പരിപാടികൾ ആരംഭിക്കാം. ഈ മുണ്ട് കഴുകാട്ടാണ്, കഴുകാനുള്ളതൊക്കെ ഇതവിടെ. ഇനി അതിന് മുന്നേ വേറെ പരിപാടി ഉണ്ടായി. ഈ സംഭവം പിന്നെ കയ്യും വെച്ചെടുക്കാന്നുള്ളൂ. സംഭവം 2 കയ്യും വെച്ചെടുക്കണം. ഇവിടെ എടുക്കാം. ഇതിനിപ്പോ ഒന്നും കൂടി വെയിറ്റ് കൂടിയായി. ഇതാന്നില്ല, ആഴ്ചയിൽ നനപ്പിക്കും. എടുക്കാണ്ട് വഴിയില്ലല്ലോ. ഒരു ഐഡിയ കിട്ടി. അട്ടായിട്ടില്ലല്ലോ. ഇല്ല, ഇവിടെ അങ്ങനെ തന്നെയാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. ഇതെടുത്ത് വിടാം. ഫോൺ സ്റ്റാൻഡ് അവിടെ വെക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചില സമയങ്ങളിൽ ഫോൺ സ്റ്റാൻഡിനെ പറ്റി കുറേ ഉപകാരങ്ങളുണ്ടെന്ന്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വന്നവരെ ബൈ.